Hi friends, welcome to Adnanda channel. I am artist Nadakumar. ഇന്ന് ആളിലെ കണ്ണിന്റെ സ്കെച്ച് ചെയ്തത് കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നാച്ചുറൽ കളർ ചെയ്താലോ? നമ്മൾക്ക് ഓൾറെഡി ഞാൻ കേരള മ്യൂറൽ എങ്ങനെയാണ് പഴയ കാലത്ത് ചെയ്തിരുന്നെന്നുള്ളത് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പിക്ചർ വരച്ചിട്ടുമുണ്ട്. ഇന്ന് നമ്മുടെ ഞാവൽപ്പഴം നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ബോഡി കളറായിട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നോക്കാം. ഇത് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ ഔട്ട്ലൈൻ ചെയ്യുന്ന കളറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാവൽപ്പഴമാണ് യൂസ് ചെയ്യുന്നത്. ഞാവൽപ്പഴം എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് അധികം ഒന്നും ആവശ്യമില്ല, കുറച്ചേ ആവശ്യമുള്ളൂ. കുറച്ചേ ആവശ്യമുള്ളൂ. ഇതിന് ഓൾറെഡി നമ്മൾ തൊട്ടാൽ തന്നെ നല്ല നീല കളർ നമ്മുടെ കയ്യിൽ വരും. സോ അതുകൊണ്ട് ഇത് നാടനാണ്. ഇതാണ് ഞാവൽ മരം. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പഴമാണത്. പിന്നെ ഇതിൻ്റെ തോലും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പഴത്തിൻ്റെ സീഡ് ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മളിവിടെ ഇത് പെയിൻറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കളറാണ് കിട്ടുന്നത്. വയലറ്റ് ഓർ പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഒരു മിക്സിങ് പോലെ നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള കളറാണ്. അപ്പോൾ ഞാനിത് കളർ ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസങ്ങളെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കാണുമല്ലോ അവസാനം വരെ, അപ്പോഴേ മനസ്സിലാവൂ. ഇവിടെ ഞാൻ കളർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സംഭവം. ഇപ്പോൾ ഇതിൻ്റെ കാലൊക്കെ വരയ്ക്കുന്നില്ലേ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നോക്കുമ്പോഴത്തേന് മനോഹരമായിട്ട് ചെയ്യും. ആക്ച്വലി കളർ ഇത് ഞാൻ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഉടനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഫേസാണ് ആദ്യം തുടങ്ങി വെച്ചത്. അപ്പോൾ ആ കളർ, ആ ബ്ലൂ കളറിൻ്റെ കൂടെ ഒരു ബ്രൗൺ ഒരു മിക്സിങ് പോലെ അത് തോന്നും നമുക്കത് ചെയ്യുമ്പോഴത്തേന്. എന്ന് വെച്ചാൽ നമുക്കൊരു രണ്ടും തമ്മിലുള്ള കളറിൻ്റെ ബ്യൂട്ടി വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് കിടന്ന് ഇത് കണ്ടില്ലേ, രണ്ട് ഭാഗത്തും കളർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആ വയറും കാര്യമൊക്കെ ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ബ്ലൂ കളർ കിട്ടുന്നുണ്ട്. അതെന്താ കാരണം എന്നറിയോ? ഫസ്റ്റ് ഞാൻ ഫേസൊക്കെ ചെയ്തു. ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 1.5 അവർ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇതിൽ വർക്കിലേക്ക് ഇരുന്നപ്പോൾ കളർ ടോട്ടൽ ഡിഫറെൻ്റാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ പിഴിഞ്ഞെടുക്കുമ്പോഴത്തെ കളറല്ല ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത്. ആ 2 മണിക്കൂർ ഏകദേശം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന കളറാണ് ശരിക്കും ബ്ലൂ മിക്സിങ് ആയിട്ടുള്ള കളറ്. മനോഹരമായ കളറാണ്. അതുകൊണ്ട് ഈ കളറിൽ ആരെങ്കിലും നേരം കഴിഞ്ഞിട്ട് പിഴിഞ്ഞ് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി ഇത് ഞാൻ ചെയ്യുന്ന ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വ്യത്യാസം ബ്യൂട്ടിയും. അപ്പോൾ ഞാൻ ആ ഫേസിന് ആ കളർ കിട്ടാത്തതുകൊണ്ട് വീണ്ടും ഞാൻ കുറേ കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും അത് ഡോട്ട് വെച്ച് കൊടുത്തു. വളരെ മനോഹരമായിട്ട് ഡോട്ട് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ് ഒക്കെ ചെയ്യുമ്പോൾ നാച്ചുറൽ കളേഴ്സിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം നമുക്ക് അക്രിലിക് കളേഴ്സ് കിട്ടുന്ന ഇതിലില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു മാർഗം. അപ്പോൾ നമ്മളിത് ഒരു പലവട്ടം പല കോട്ടിങ് ചെയ്താലേ ഇതിനാ ശരിക്കുള്ള അഴകുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു കോട്ടിങ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും നമ്മൾ ചെയ്യുക. ഇതിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ ബേസ് എന്ന് പറയുമ്പോൾ ബേസ് കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ വേപ്പിൻ്റെ പശ ഉപയോഗിക്കാം. അപ്പോഴേ ഇത് നമ്മുടെ ക്യാൻവാസിൽ ശരിക്കും ഒട്ടി നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ വേപ്പിൻ്റെ പശ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ആണികൾ കാർന്ന് തിന്നും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിൻ്റെ പശ ഉപയോഗിക്കുന്നത്. കേരള മ്യൂറലിൽ ഇതിൻ്റെ ട്രഡീഷണൽ ആർട്ട് ഫോമിലൊക്കെ എന്ന് പറയുമ്പോൾ അറബിക് ഗം യൂസ് ചെയ്യുന്നതായിട്ട് അവർ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഞാൻ ലേസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒത്തിരി നമ്മൾ ഉപയോഗിക്കും.